പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായി ഞാൻ നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുന്നു, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകും. സ്തോത്രം. പൗലോസിന്റെ ഉള്ളിലുള്ള ഒരു വലിയ ആത്മവിശ്വാസമാണ്, എന്നെ ശക്തിപ്പെടുത്തുന്ന ഒരു ദൈവം എൻ്റെ കൂടെയുണ്ട്. ദൈവത്തിന് സ്തോത്രം. അത് മനസ്സിലാക്കിയ പൗലോസ് പറഞ്ഞു, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം എൻ്റെ മുൻപിലുള്ള സകലത്തെയും ഓവർകം ചെയ്യുവാൻ ഞാനിത് പ്രാപ്തനായിരിക്കുക. എന്നെ ശ്രദ്ധിക്കുന്ന വാത്സല്യ സഹോദരങ്ങൾ, നിങ്ങളിൽ എത്ര പേർക്ക് ഇത് പറയാൻ പറ്റും? നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്ന പ്രതികൂലത്തിന്റെ ശക്തി വലിയതായിരിക്കാം. നിങ്ങളെക്കാട്ടിലും പ്രബലരായ ശത്രുക്കളായിരിക്കാം നിങ്ങളുടെ മുൻപിലുള്ളത്. നിങ്ങൾക്ക് എണ്ണിത്തീർക്കുവാൻ കഴിയാത്ത ശത്രുക്കൾ നിങ്ങളുടെ 4 ചുറ്റിനും കാണും. പക്ഷെ ഈ പ്രതികൂലമായ സാഹചര്യത്തെ കണ്ട് നിങ്ങൾ പകച്ചു നിൽക്കുകയാണോ? ഇങ്ങനെ നിന്ന ഒരു പൗലോസിനെ നമുക്ക് വചനത്തിന്റെ ചില ഭാഗങ്ങളിൽ കാണാൻ സാധിക്കും. എന്നാൽ പൗലോസിന്റെ ഉള്ളിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ശക്തി ആവരിച്ചപ്പോൾ പൗലോസ് പറയുക, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇതുവരെ ഇല്ലാത്ത ഒരു പ്രത്യേക ശക്തി എൻ്റെ മേൽ ഇപ്പം വന്നിരിക്കുക. എപ്പോഴാണ് ഈ ശക്തി നമ്മുടെ മേൽ വരുന്നത്? അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം തന്നിരിക്കുന്നു. അത് വചനം പഠിപ്പിക്കുന്നു. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ അംഗീകരിക്കുമ്പോഴാണ് നമ്മുടെ മേൽ ദൈവത്തിന്റെ അത്യന്തം പരമായ ദൈവകൃപയുമാകുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ മേൽ വരുന്നത്. ഈ ശക്തി പ്രാപിച്ച ദൈവപൈതലാണ് ഏത് പ്രതികൂലത്തെയും അതിജീവിപ്പാൻ കഴിയുന്നത്. ദൈവത്തിന്റെ ശക്തി പ്രാപിച്ചവർക്ക് പ്രതികൂലമില്ലെന്നല്ല, ദൈവത്തിന്റെ ശക്തി പ്രാപിച്ചവർക്ക് കഷ്ടതയില്ലെന്നല്ല, രോഗമില്ലെന്നല്ല, ബുദ്ധിമുട്ടുകളില്ലെന്നല്ല. പക്ഷേ വരുന്ന ബുദ്ധിമുട്ടുകളെയും പരിശോധനകളെയും രോഗങ്ങളെയും അതിജീവിപ്പാനുള്ള ഒരു ദൈവികമായ കൃപ എൻ്റെ മേലുണ്ടെന്നുള്ള ഒരു ആത്മവിശ്വാസമാണ് നമ്മെ മുൻപോട്ട് നയിക്കുന്നത്. ഇന്ന് പകൽവേളയിൽ നിങ്ങൾ അഭിമുഖീകരിക്കാൻ പോകുന്ന പ്രശ്നങ്ങൾ വലിയതായിരിക്കാം. നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാളിൽ കഠിനമേറിയ ചില വിഷയങ്ങളായിരിക്കാം. നിങ്ങൾ മനസ്സിൽ പോലും ഓർക്കാത്ത ചില വിഷയങ്ങളായിരിക്കാം നിങ്ങളുടെ മുന്നിൽ വന്നുവിടാൻ പോകുന്നത്. പക്ഷെ ആ വന്നുവിടുന്ന എല്ലാത്തിനെയും അതിജീവിപ്പാൻ നിങ്ങളിൽ ദൈവശക്തി ഉണ്ടോ എന്ന് ഈ വചനം കേൾക്കുമ്പോൾ ഒന്ന് പരിശോധിക്കുക. ദൈവവേദനെ പൗലോസിന് അതുണ്ടായിരുന്നു എങ്കിൽ നമ്മളിലും അത് നൽകുവാൻ ദൈവം ആഗ്രഹിക്കുക. ഇന്ന് പകൽക്കാലം ഈ യേശു കർത്താവിനെ വിശ്വസിക്കുന്ന, യേശു കർത്താവിന് വേണ്ടി ഹൃദയം സമർപ്പിച്ച, സമർപ്പണ ജീവിതമുള്ള എല്ലാവർക്കും ദാനമായി ദൈവം നൽകുവാൻ ആഗ്രഹിക്കുന്ന ഒരവസ്ഥയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി. ആകയാൽ ഈ പകൽക്കാലം നിങ്ങളുടെ എല്ലാ പ്രതികൂലങ്ങളെയും ഈ ദൈവശക്തിയാൽ അതിജീവിക്കാം. മതിലുകൾ അവിടെ നിൽക്കട്ടെ, പ്രതികൂലങ്ങൾ അവിടെ നിൽക്കട്ടെ, കുഴികൾ അവിടെ നിൽക്കട്ടെ, അതിൻ്റെ അപ്പുറത്തേക്ക് ചാടിക്കിടക്കുവാനുള്ള ദൈവകൃപ ദൈവം നിങ്ങൾക്ക് നൽകാൻ പോകുകയാണ്. ചില ചെങ്കടലുകൾ നിങ്ങളുടെ മുമ്പിൽ ആർത്തിരമ്പി നിൽക്കും. പക്ഷേ സമയമാകുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി അത് വഴിയൊരുക്കി നൽകും. സ്തോത്രം. ഇന്ന് പകൽക്കാലം എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനെന്ന് പൗലോസ് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ധൈര്യത്തോടെ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറ, എന്നെ ശക്തനാക്കുന്ന ഒരു ദൈവം എൻ്റെ കൂടെയുണ്ട്. ആകയാൽ ഇന്നത്തെ എൻ്റെ എല്ലാ വഴികളിലും യാത്രയിലും ചിന്തയിലും ദൈവികമായ സംരക്ഷണം ഞാൻ അനുഭവിക്കുമെന്ന് പറയുവാൻ എത്ര പേർക്ക് കഴിയും? ആ വിശ്വാസമില്ലാത്ത പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ ഈ വചനം കേൾക്കുന്നുവെങ്കിൽ നിങ്ങൾ യേശുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ അംഗീകരിച്ച് ഒരു ദൈവവേദനായി തീർന്ന് വിശ്വാസത്തിൽ മുൻപോട്ട് പോകുവാൻ ഈ വചനം നിങ്ങൾക്കൊരു സഹായമാകട്ടെ. ഈ കേൾക്കുന്ന വചനം നിങ്ങൾക്കൊരു അനുഗ്രഹമാകുന്നുവെങ്കിൽ നിങ്ങൾക്കിത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാം. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എന്നെ ഫോണിൽ കൂടെ വിളിച്ച് നിങ്ങൾക്ക് അറിയിക്കാം. നിങ്ങൾക്ക് എന്നും ഈ ഇതുപോലുള്ള മെസ്സേജുകൾ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഈ പ്രയർ ബാൻഡ് മിനിസ്ട്രി എന്ന ഈ ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. ദൈവം ഈ വചനങ്ങളാൽ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.